പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന ഒരു വാർത്ത, ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നത്. വളരെ പ്രയാസകരമായൊരവസ്ഥ. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ്റെ നഗ്നമായ ഒരു ചിത്രം കടുവ പിടിച്ചത് ആണ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് ഇത് ആരാണ് എന്ന് മനസ്സിലാകുന്നത്. കല്ലാമൂല സ്വദേശിയായ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരാൾ, ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹം രാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോൾ അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. സ്വന്തം സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം കടുവയെ കണ്ടുകൂടി രക്ഷപ്പെട്ടു. കടുവ പിടിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-200 മീറ്ററോളം മാറി ഗഫൂറിൻ്റെ മൃതശരീരം പിന്നീട് കിട്ടുകയാണ്. നോക്കൂ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും കടുവയുടെ സാന്നിധ്യം. ഇത് ഇപ്പോൾ ഗഫൂറിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഏകദേശം 3 വർഷക്കാലമായിട്ട് ഈ പറയുന്ന കരുവാരക്കുണ്ട്, അടക്കാക്കുണ്ട് മേഖലകളിലൊക്കെ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നായകളെ പിടിക്കുന്നുണ്ട്, ആടുകളെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിവിധ തരത്തിൽ റിപ്പോർട്ട് ചെയ്ത് ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നോക്കൂ, ഒരു സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി റബ്ബർ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാൻ വേണ്ടി പോകുമ്പോൾ കാട്ടിലേക്കല്ല പോയിട്ടുള്ളത്, റബ്ബർ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്നാണ് അപ്രതീക്ഷിതമായി കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ വനത്തോട് ചാരി താമസിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് തോന്നിപ്പോവുകയാണ്. അത്രമേൽ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ, എത്ര ആളുകളാണ് കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗഫൂറിൻ്റെ മരണവുമായി വലിയ പ്രതിഷേധമാണ് അവിടെ ജനങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം 3 വർഷമായിട്ട് പ്രദേശവാസികൾ പറയാണ്, പട്ടികളെയും ആടുകളെയും മറ്റു വളർത്തു മൃഗങ്ങളെയും കൊണ്ടുപോകുന്നത് സ്ഥിരമായ ഒരു സംഭവമാണ്. അതിനെതിരെ പരാതി കൊടുത്തിട്ട് ഒരു കൂട് വരെ സ്ഥാപിക്കാൻ നിങ്ങൾ കണ്ടോ, എവിടെ വെച്ചാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ തള്ളി മാറ്റി പോവുകയാണ്. അവസാനം ഈ ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാലോ, ഇപ്പോൾ അടുത്ത് കരുവാരക്കുണ്ടിൽ വെച്ച് കടുവയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചാനലിലൂടെ അത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ അതിന് ഉപയോഗിച്ച കടുവയുടെ ചിത്രം ഏതോ ബംഗ്ലാദേശിലെയോ മറ്റോ പണ്ട് എടുത്തൊരു ചിത്രമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി. പക്ഷെ പിന്നീട് വനപാലകർ തന്നെ കടുവ നടന്നു നീങ്ങുന്നത് കണ്ടിട്ടുള്ള വീഡിയോ നമുക്കിടയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഈ മേഖലയിലൊക്കെ കടുവയുടെ സാന്നിധ്യം ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനപാലകരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സാധാരണ ഒരു തോട്ടം തൊഴിലാളിയായി തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് പോയ ഗഫൂറിനെ കടുവ പിടിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി കടുവ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമാണ് അതിൻ്റെ അപകടം എന്ന് നമ്മൾ ഇനിയും എത്ര പേരുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെടണം. എന്ത് സുരക്ഷിതത്വമാണ്. അവിടെ കർഷകരുണ്ട്, ഉപജീവനത്തിനായി ദിവസത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി പടാപ്പാട് പെടുന്ന സാധാരണക്കാരായ മനുഷ്യർ. ശരിക്കും അവരുടെ വോട്ട് കൊണ്ട് വിജയിച്ച ഭരണ പാർട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ട സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ഇവർക്കൊന്നും ഒരു സുരക്ഷയുമില്ല എന്നുള്ളതല്ലേ സത്യത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന് അറുതി വരുത്തുക? ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് മൃഗങ്ങളെ ആക്രമിക്കുന്ന ആ കടുവയെ കണ്ടെത്തി പിടിച്ച് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുപോയി വിടുകയോ, അല്ലെങ്കിൽ സ്ഥിരമായി ആക്രമിക്കുന്ന കടുവയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, അതുപയോഗിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയോ ചെയ്യേണ്ട ചുമതലയുണ്ട് നമുക്ക്. സ്ഥിരമായി ആടുകളെയും ഒക്കെ കിട്ടിയ കടുവയെ സംബന്ധിച്ചിടത്തോളം അവർ പോവില്ല, അവരവിടെ തന്നെ നിൽക്കും. സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ പെടുന്ന മനുഷ്യർക്ക് വലിയ ഭീഷണിയാണത്, മൃഗങ്ങൾക്ക് വലിയ ഭീഷണിയാണ്, അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക്, കുട്ടികളടക്കം ഉള്ള കുടുംബങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെയുള്ള ദാരുണമായ ഒരു സംഭവത്തിനാൽ നമുക്കിടയിൽ നിന്ന് പോകുമ്പോൾ
വളരെയധികം പ്രയാസമുണ്ട്. ഇനി മറ്റൊരു ഗഫൂർ ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സർക്കാരിനെയും അറിയിച്ചുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരം വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള നിയമനിർമ്മാണം തന്നെ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാകട്ടെ, ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.